വീണുടയല്ലേ നീ ഒരു ഹിമകണമാ എൻ വീണയിലുടരേണം നീ സ്വരകണമാ വാതിലടഞ്ഞൊരു സുഖമേ ഇനി നിൻ മുഖമെങ്ങനെ കാണും ദൂരെ മറഞ്ഞൊരു കുയിലേ ഇനി നിൻ മൊഴി എങ്ങനെ കേൾക്കും നീ പെയ്തു തീരാത്ത മഴയോ നീ എന്നെ അറിയാത്ത പുഴയോ നീ എന്നെ ചേരുമെൻ പ്രളയക്കടലിൽ പകലിൻ കൂടൊഴിഞ്ഞു പോകും ഹലോ മിസ്റ്റർ രവികൃഷ്ണൻ, എന്നെ ഓർമ്മയുണ്ടോ? മഞ്ചേരി അല്ലേ? അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല. നിന്നെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ലല്ലോ. നിനക്ക് സുഖാണോ? ആടാ, എനിക്ക് സുഖം. നിനക്ക് സുഖാണോ? ആടാ, എനിക്ക് സുഖം തന്നെയാ. എവിടെ മീര? അവള് നാട്ടിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 4 മാസമായി. അവൾ എപ്പോഴാ പോയേ? 2 മാസമായി പോയിട്ട്. രവി தனியாக நடமாடும் பிடிவாதம் உனது நிழலோடும் உரசாத தன்மானம் எனது எடையில்லா பொருள் அல்ல அடிக்காதல் மனது அகலாத ஒரு நினைவு அது மலையின் அளவு ஆலக்காரையில் கூட அநியாய தூரம் தொல்லை உன்னிதயம் அறியாதழகே என் இதயம் எழுதும் சொல்லை. എന്താടാ വി വിളിച്ചേ? നമുക്ക് പോണ്ടേ? ഇതാ വരുന്നു. മഞ്ചേരി, എന്നാ ശരി, ഞങ്ങള് പോണേ. ആടാ. വി, നിനക്ക് ഇത് ആരാണെന്ന് മനസ്സിലായോ? നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന മഞ്ചേരി. ഓർമ്മയുണ്ട്. ഹായ് മഞ്ചേരി. ഹായ് വിക്കി. എന്നാ ഞങ്ങളങ്ങ് പോട്ടെ. മമ്മി. നീ എത്തിയോ? എന്താണ് നിന്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നേ? അത് പിന്നെ മമ്മി, ഞാനിന്ന് മഞ്ജുവിനെ കണ്ടു. കണ്ടോ? മോനടുത്ത് സംസാരിച്ചോ? സംസാരിച്ചു മമ്മി. അവള് പഴയതുപോലെയേ അല്ല. മോനെ വി, അവളെ കണ്ടപ്പോ ഞാൻ പഴയ കാര്യങ്ങൾ ഓർത്തു പോയി മമ്മി. മോനെ, അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലടാ. നീ അതെല്ലാം മറക്ക്. എല്ലാം മറക്കണം മോനെ. അതെ മമ്മി, എല്ലാം മറക്കണം. മോൻ പേര് ഫ്രഷ് ആയിട്ട് വാ. ഓക്കെ മമ്മി. വാ മോനെ, ഇവിടെ ഇരിക്കെ. മമ്മി, എന്താ മോനെ? ഈ വരുന്ന 18-ാം തീയതി ജിമ്മിന്റെ മാരേജാ മമ്മി. ആണോ? പെൺകുട്ടി ഏതാ? അറിയില്ല മമ്മി, അവരായിട്ടും പറഞ്ഞിട്ടില്ല. ഓ, നീ വന്നോ? എന്താ മോളെ ഇത്രയും താമസിച്ചേ? അത് പിന്നെ അമ്മ, ഞാൻ വഴിയെ വെച്ച് രവിയെ കണ്ടു. ഓ, നിന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നല്ലേ? അതെ അമ്മ, അത് മാത്രമല്ല, രവി മാത്രമല്ലായിരുന്നു. അമ്മ മാത്രമല്ലായിരുന്നു, കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു അമ്മ. ആര് മോളെ? വിക്കിച്ചാനും ഉണ്ടായിരുന്നു അമ്മ. എന്താ? അവനുണ്ടായിരുന്നോ? എന്ത് സംസാരിച്ചു നിങ്ങള്? എന്ത് സംസാരിക്കാൻ, ഞങ്ങളൊന്നും സംസാരിച്ചില്ല മമ്മി. പിന്നെ നിന്നെ ജിമ്മിൽ വിളിച്ചു, നീ എന്താ കോൾ എടുക്കാതിരുന്നേ? എൻ്റെ ഫോൺ സൈലന്റ് ആയിരുന്നു മമ്മി. ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് വിളിച്ചോളാം ജിമ്മിന് ചാനെ. കുഞ്ഞുസേ, ഇതാ വരുന്നു. എന്താ അമ്മ എന്നെ വിളിച്ചത്? അങ്ങോട്ട് ആരാന്ന് നോക്കിയേ. അയ്യോ, ജിമ്മി ചായൻ. അവൻ നിന്നെ കാണാൻ വന്നതാ. ദൈവമേ, ഇന്ന് എൻ്റെ കാര്യത്തിനൊരു തീരുമാനമായി. ജിമ്മിച്ചായ. കുഞ്ഞുസേ, നിന്നെ എത്ര തവണ ഞാൻ ഫോൺ വിളിക്കണം, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഫോൺ സൈലന്റ് ആയിരുന്നു, ഞാൻ കണ്ടില്ല ചായ, സോറി. സാരില്ല. ഈ ചായ ഇങ്ങ് വന്നേ. എന്തിനാടി? പറഞ്ഞു തരാം, വാ. എന്ത് പറ്റി കുഞ്ഞുസേ നിനക്ക്? ജിമ്മിച്ചായ, ഞാൻ വിക്കിച്ചായനെ കണ്ടു. വിക്കിയെ കണ്ടോ? അവൻ എന്തിനാ സംസാരിച്ചോ? സംസാരിച്ചു. മഞ്ജു, നീ എനിക്ക് പ്രോമിസ് ചെയ്തതല്ലേ? ഞാൻ പ്രോമിസ് തെറ്റിച്ചിട്ടില്ല ഇച്ചായ, എല്ലാം ഞാൻ മറന്നു കളഞ്ഞതാ. എൻ്റെ മനസ്സിൽ എൻ്റെ ഇച്ചായ മാത്രമേ ഉള്ളൂ. ഈ മാസം 18-ാം തീയതി നമ്മുടെ കല്യാണമല്ല. കുഞ്ഞുസേ, നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്നെ എനിക്ക് ഒരു തവണ നഷ്ടപ്പെട്ടതാ മോളെ. ഇനിയും വയ്യടാ എനിക്ക്. ജിമ്മിച്ചായ, കരയല്ല ഇച്ചായ, എനിക്ക് എൻ്റെ ജിമ്മിച്ചായ മാത്രം മതി. കുഞ്ഞുസേ, എന്തോ? ഒരു ഉമ്മ തരാവോ? ഇപ്പൊ വേണോ? ഇപ്പൊ വേണം. ഓക്കെ, എന്നത്താ? തരാം, പക്ഷെ ഉമ്മ മാത്രമേ തരുള്ളൂ കേട്ടോ. ഉമ്മ മാത്രം മതി. അയ്യോ, ഞാനൊന്നും കണ്ടില്ല, സോറി. நிலவாக உன்னை வானில் பார்த்தேன், அலையாக உன்னை கடலில் பார்த்தேன், சிலையாக கருங்கல்லில் கூட உன்னை பார்த்தேனே, மானாக உன்னை மலையில் பார்த்தேன், தேனாக உன்னை மலரில் பார்த்தேன். നീ ഇപ്പൊ എന്തിനാ ശിവ ഇങ്ങോട്ട് വന്നത്? ചാർജ് എടുക്കാൻ വന്നതാ. ചാർജ് കിട്ടിയോ? കിട്ടി. ഞാൻ പോണം. യു ക്യാരി.